നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിലനിന്നിരുന്ന വലിയൊരു സസ്പെൻസ് ഒടുവിൽ ആന്റി ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ വൻ ട്വിസ്റ്റുകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആര് എന്ന ചോദ്യത്തിനുള്ള ഒരു 99% ഉത്തരം. ഇനി ഒരു പ്രഖ്യാപനം മാത്രം വന്നാൽ മതി. പ്രഖ്യാപനത്തിലേക്ക് കാത്തിരിക്കുകയാണ്. വി രാജേഷ് തന്നെ മേയർ ആകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ യോഗം ചേർന്നിരുന്നു. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ BJP ആണ് കോർപ്പറേഷൻ നേടിയിരിക്കുന്നത്. ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. BJPക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത. എങ്കിൽ പോലും ഒരു മത്സരത്തിലൂടെ തന്നെ മേയറെ തിരഞ്ഞെടുക്കാമെന്ന തീരുമാനത്തിലേക്ക് CPM-ഉം കോൺഗ്രസും കൂടി എത്തിയതോടെ അതൊരു മത്സരത്തിന് കളമൊരുങ്ങുകയായിരുന്നു. എങ്കിൽ പോലും ഉറ്റുനോക്കിയത് ആരായിരിക്കും BJPയുടെ മേയർ സ്ഥാനാർത്ഥി എന്നായിരുന്നു. ആ സ്ഥാനാർത്ഥി ഉറപ്പായിട്ട് മേയർ ആകും. അത് പലരും ശ്രീലേഖ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ശ്രീലേഖയല്ല, അത് വി രാജേഷ് ആണ് എന്ന് ഏതാണ്ടല്ല ഉറപ്പിച്ചിരിക്കുന്നതിന്റെ ഒരു പ്രഖ്യാപനം മാത്രം മതി. വി രാജേഷ് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയാക്കാൻ BJP നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ശ്രീലേഖ മേയർ ആകുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് വി രാജേഷ് എത്തുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീലേഖ മേയർ ആവുന്നതിനെ ഒരു വിഭാഗം എതിർപ്പുയർത്തുകയായിരുന്നു. ശ്രീലേഖ മേയർ ആയില്ല എങ്കിൽ ഡെപ്യൂട്ടി മേയർ ആകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകളും ഇപ്പോൾ ഇവിടെ തള്ളപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിൽ ശ്രീലേഖ ഡെപ്യൂട്ടി മേയറും ആകില്ല, മറിച്ച് നിയമസഭയിൽ നല്ലൊരു സീറ്റ് കൊടുക്കാമെന്ന വാഗ്ദാനമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ശ്രീലേഖ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. ഈ ഒരു മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാതെയായിരുന്നു ഈ ഒരു മീറ്റിംഗിന് എത്തിയത്. ശ്രീലേഖ മേയർ ആവുന്നതിന് ഒരു വിഭാഗം എതിർപ്പ് ഉയർത്തുകയായിരുന്നു. ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശ്രീലേഖയുടെ വീട്ടിൽ ചർച്ച നടന്നു. സാഹചര്യ നേതാക്കൾ ശ്രീലേഖയെ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു, ശ്രീലേഖയോട് കാര്യങ്ങൾ ധരിപ്പിച്ചു. അപ്പോൾ ഇനി നിയമസഭാ സീറ്റ് ഓഫർ ചെയ്തെന്നും ജയസാധ്യത കൂടുതലുള്ള സീറ്റ് വാഗ്ദാനം ചെയ്തെന്നുമാണ് സൂചന. അങ്ങനെയെങ്കിൽ ഒരു ഒത്തുതീർപ്പിലൂടെ, അതായത് ശ്രീലേഖയുമായ ഒരു ഒത്തുതീർപ്പിൽ എത്തിയിട്ട് വി രാജേഷിനെ മേയർ ആക്കിയിരിക്കുന്നു എന്ന് തന്നെ, അങ്ങനെ ഒരു അനുമാനത്തിൽ തന്നെ നമുക്ക് എത്തേണ്ടി വരും. 4 പതിറ്റാണ്ടായി തുടരുന്ന ഇടതുകോട്ട തകർത്തായിരുന്നു 50 സീറ്റുമായി BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. സീറ്റ് ഇരട്ടിയാക്കി UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ത്രികോണപ്പോരിൽ തിരുവനന്തപുരം BJPക്കൊപ്പം നിന്നപ്പോൾ LDF വലിയൊരു തകർച്ചയാണ് നേരിട്ടത്. പിന്നാലെ ഉയർന്ന സസ്പെൻസ് ആയിരുന്നു ആര് BJPയുടെ ആദ്യ മേയറാകും, തിരുവനന്തപുരത്ത് ആദ്യ മേയർ ആരാകും എന്ന ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം എത്തിയിരിക്കുന്നു. വി രാജേഷ് തന്നെയാണ് തിരുവനന്തപുരം മേയർ. ഇനി അതൊരു പ്രഖ്യാപനത്തിലേക്ക് മാത്രം എത്തേണ്ടതുള്ളൂ. നിമിഷങ്ങൾക്കകം അതൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ചിരുന്നില്ല ശ്രീലേഖ. നിർണായക യോഗമായിരുന്നു ഇന്ന് കൂടിയത്. ഈ യോഗത്തിലാണ് ഏതാണ്ട് തീരുമാനമായത്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൗൺസിലർമാരടക്കം എത്തുകയുണ്ടായി. ഉടൻ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മേയറായിട്ട് വി രാജേഷിനെ പ്രഖ്യാപിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. വി രാജേഷ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അത് രാജേഷ് തന്നെ മേയർ ആകും. അത് 100% ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ ആദ്യത്തെ BJP മേയറായി വി രാജേഷ് മാറിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശ്രീലേഖയുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. ശ്രീലേഖയ്ക്കായിരുന്നു 90% സാധ്യത. പക്ഷേ അവസാന നിമിഷം വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരത്തിന്റെ ആദ്യ BJP മേയറായിട്ട് വി രാജേഷ് മാറിയിരിക്കുകയാണ്. വലിയ കക്ഷിയാണെങ്കിലും ഭരണം നിലനിർത്താമെന്ന് കരുതി LDFന് കിട്ടിയത് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു. സിറ്റിംഗ് വാർഡുകൾ പലതും നഷ്ടപ്പെട്ടു. കഴക്കൂട്ടം മണ്ഡലത്തിലെ വാർഡുകൾ തകർന്നടിഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ വികാരം മറികടക്കാൻ ഇറക്കിയ പുതിയ സ്ഥാനാർത്ഥികളും വാർഡ് വിഭജനവും LDFന് തുടച്ചിരുന്നില്ല. 10 സീറ്റിലേക്ക് 2020 ഒതുങ്ങിയ UDFന്റേത് വമ്പൻ തിരിച്ചുവരവായിരുന്നു. BJPക്കാകും UDF ക്ഷീണമാവുകയെന്ന് കരുതി LDFന്റെ കണക്കുകൂട്ടലും തെറ്റിയിരുന്നു. തീരദേശ വാർഡുകൾ UDFനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുവാൻ സാധിച്ചത്. ശ്രീലേഖയെ മേയറാക്കുന്നതിൽ BJP കൗൺസിലർമാർക്കിടയിൽ വലിയ ഭിന്നത ഉണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആ ഒരു ഭിന്നതയൊക്കെ മറികടന്നാണ് ഇത്തരത്തിൽ വി രാജേഷിനെ മേയറാക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വലിയ ചർച്ചകൾ, സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയറിനെ തീരുമാനിക്കാൻ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിച്ചിരുന്നു. RSS നേതൃത്വം വി രാജേഷിനെയായിരുന്നു പിന്തുണയ്ക്കുന്നത് എന്നാണ് സൂചന. എന്തായാലും വി രാജേഷ് മേയർ ആകുന്നുണ്ടെങ്കിൽ അത് RSSന്റെ കൂടി ഒരു പിന്തുണയോടെ തന്നെയാണ് വി രാജേഷ് ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. CPM-ന്റെ കയ്യിൽ നിന്ന് പിടിച്ച
പിടിച്ചെടുത്ത തലസ്ഥാന നഗരഭരണ തലപ്പത്തേക്ക് രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ആൾ തന്നെ വേണമെന്നായിരുന്നു RSS നിർദ്ദേശിച്ചത്. കൗൺസിലർമാരിൽ ഒരു വിഭാഗം ശ്രീലേഖയെ മേയറാക്കുന്നതിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചുവെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. രാജേഷിനെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് ശരിയല്ലെന്നും രാഷ്ട്രീയ പരിചയം ഇല്ലാത്തയാൾ പെട്ടെന്ന് മേയറാകുന്നത് നഗരസഭാ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രശ്നം നേരിട്ടേക്കാമെന്നും കേരളത്തിൽ നിന്നുള്ള ഏതാനും മുതിർന്ന നേതാക്കൾ BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകളെ തുടർന്ന് ശ്രീലേഖയെ മേയറാക്കാമെന്ന ഏകദേശ ധാരണയിലെത്തിയിരുന്നു. മാത്രമല്ല സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJP കേന്ദ്ര നേതൃത്വവുമായി ചർച്ചകൾ നടത്തി. എന്തായാലും ചർച്ചകൾക്കെല്ലാം ഒടുവിൽ ഈ ഒരു പ്രഖ്യാപനവും കൂടി വരാനേ ബാക്കിയുള്ളൂ. എന്തായാലും ഉറപ്പിച്ചിരിക്കുന്നത് VV രാജേഷ് തന്നെ തിരുവനന്തപുരത്തിന്റെ ആദ്യ BJP മേയർ. എന്തായാലും നാളെയാണ് കോർപ്പറേഷനിൽ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക. VV രാജേഷ് മേയറായാൽ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് പരിഗണിച്ചേക്കുമെന്ന സാധ്യതകളൊക്കെ തള്ളപ്പെട്ടിരിക്കുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇക്കുറി വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ ഇനി ആരാണ് ഡെപ്യൂട്ടി മേയർ എന്ന ഒരു ചോദ്യവും കൂടി നിലവിൽ ഉയരുകയാണ്. എന്തായാലും ശ്രീലേഖ എന്തായാലും മേയറുമല്ല ഡെപ്യൂട്ടി മേയറുമല്ല. ഇനി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന ചോദ്യവും നിലവിൽ ശക്തമാവുകയാണ്. എന്തായാലും വൻ ട്വിസ്റ്റുകൾക്കൊടുവിൽ ആ വലിയൊരു സസ്പെൻസ് പൊട്ടിയിരിക്കുന്നു. VV രാജേഷ് തന്നെയാണ് തിരുവനന്തപുരം മേയർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മലയാളി വാർത്തയോട് BJPയുടെ കരമന അജിത് കുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു ഈ ഒരു വിഷയത്തിൽ. അതായത് മേയർ നിർണയത്തെ കുറിച്ചുള്ള ചില നിർണായക പ്രതികരണം മലയാളി വാർത്തയോട് അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് പോകാം. ഭാരതീയ ജനതാ പാർട്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടിയെ പോലെയല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം. തീർച്ചയായിട്ടും അതിന് യോഗ്യരായ ഈ 50 പേരും മേയറാകാൻ യോഗ്യതയുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചത്. ജനങ്ങൾ തെരഞ്ഞെടുത്തയക്കുമ്പോൾ അവർക്ക് യോഗ്യത നോക്കിയാണല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്തയക്കുന്നത്. ആ തെരഞ്ഞെടുത്തയച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ 50 പേരും അതിന് യോഗ്യരാണ്. അതിൽ ആരാണ് ചെയ്തു തീർക്കേണ്ടത്, താല്പര്യമുള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകവും തിരുവനന്തപുരം കോർ കമ്മിറ്റിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ഘടകവും എന്നിവരെ പറയുന്നു കേന്ദ്രത്തിന്റെ അവരുടെ അഭിപ്രായം കൂടെ ചോദിച്ചുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു ഭാരതത്തിൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ അതിനെ നയിക്കുവാൻ കെൽപ്പുള്ള ഈ 50 പേരിൽ ഒരാളെ പാർട്ടി തിരഞ്ഞെടുക്കും, സംഘടന തിരഞ്ഞെടുക്കും. അവരായിരിക്കും തിരുവനന്തപുരത്തിന്റെ മേയർ. അല്ലാതെ മീഡിയ പറയും പോലെ അവരാകും, ധർമ്മനജിത്താകും, VV രാജേഷ് ആകും, IPS നമ്മുടെ ശ്രീലേഖ മേഡാകും. ഇതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയാണ്. ഇത് ഞങ്ങളുടെ സൃഷ്ടിയല്ല, ഇത് നിങ്ങളുടെ സൃഷ്ടിയാണ്. നിങ്ങൾ തന്നെ പറയും. പക്ഷെ പാർട്ടി അതിന്റെ യഥാസമയം ആ കൃത്യതയോടുകൂടി അത് വിലയിരുത്തിക്കൊണ്ട് ഒരാളിനെ തെരഞ്ഞെടുക്കും. അതിൽ ഈ പറയുന്ന 49 പേരും അവരോടൊപ്പം ഉണ്ടാകും. 50 പേരും കൂട്ടായി ചേർന്നുള്ള ഒരു മരണ സംവിധാനമായിരിക്കും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്.